Good morning, sir. എൻ്റെ പേര് ഹേമന്ത് എൻ്റെ തീസിസ് ടോപ്പിക് വൈൽഡ് ലൈഫ് ടാക്സിഡമി മ്യൂസിയം എ ഗെറ്റ് അവേ ടു ഇന്ത്യൻ വൈൽഡ് ലൈഫ്. പേര് പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്, വൈൽഡ് ലൈഫും ടാക്സിഡമിയും. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ധാരാളം ബയോഡൈവേഴ്സിറ്റി നിറഞ്ഞതാണ്. നോർത്തിലുള്ള ഹിമാലയം മുതൽ സൗത്തിലുള്ള റെയിൻ ഫോറസ്റ്റ് വരെയും വെസ്റ്റിലുള്ള ഡെസേർട്ട് മുതൽ ഈസ്റ്റിലുള്ള മാംഗ്രോവ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ അത്യാവശ്യം വരുന്നത് എന്തെന്ന് വെച്ചാൽ ധാരാളമായി വൈൽഡ് ലൈഫ് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നുണ്ട് ഈ പോച്ചിങ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, പൊല്യൂഷൻ, ക്ലൈമറ്റിക് ചേഞ്ച് കാരണം. അപ്പോൾ അത് പീപ്പിൾസിന് അവയർനെസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ദെൻ വരുന്നതാണ് ടാക്സിഡമി. ടാക്സിഡമി എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കിൻ, അതായത് ഡെഡ് ആനിമൽസിനെ പുതുതായിട്ട് സ്റ്റഫ് ചെയ്ത് അപ്പോൾ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ടാക്സിഡമി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കൺസെപ്റ്റാണ്, ട്രോഫി ഹണ്ടിങ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ബട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആകെക്കൂടെ ഒരു ടാക്സിഡമിസ്റ്റേ ഉള്ളൂ പ്രാക്ടീസിനായിട്ട്, ഡോക്ടർ സന്തോഷ് കേക്വാട്ട് എന്ന വ്യക്തിയാണ്. ഇതൊരു ആർട്ട് ആൻഡ് സയൻസ് ഇപ്പോൾ ഡിക്ലൈൻ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ടാക്സിഡമിയും വൈൽഡ് ലൈഫും ചേർന്ന് ടാക്സിഡമി മ്യൂസിയം വെച്ചിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷനും കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ടാക്സിഡമി പ്രോസസ്സ് എങ്ങനെ റൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ റൂൾസ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സ്റ്റഫ് ചെയ്യുന്നെങ്കിൽ അത് ചീഫ് പെർമിഷൻ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് എയിം എന്ന് പറഞ്ഞാൽ. ഈ വൈൽഡ് ലൈഫ് ടാക്സിഡമി കൊണ്ട് ഒരു വൈൽഡ് ലൈഫ് ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്ത് പീപ്പിളിന് അതിനുള്ള അവയർനെസ് കൊടുക്കുക, അവർക്ക് അതിൻ്റെ ആർട്ടിഫിഷ്യലി അതിനെ ക്രിയേറ്റ് ചെയ്ത് വിഷ്വൽ എക്സ്പോഷറും റിസർച്ച് ചെയ്യാനുള്ളതും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്ത് അവരിൽ കൂടുതൽ അവയർനെസ് എത്തിക്കുകയാണ് ഇതിൻ്റെ എയിം എന്നുള്ളത്. ഈ ടാക്സിഡമി മ്യൂസിയം വരുന്നത് ഡി കാറ്റഗറിയിലാണ്. ഇതിൽ ഏരിയ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ടാക്സിഡമി മ്യൂസിയംസ് വരാം. അതിൽ എക്സിബിഷൻ സ്പേസസ്, ഇൻ്റർപ്രിട്ടേഷൻ സ്പേസസ് ഉണ്ട്, പിന്നെ റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് സെൻറ്റർ, അഡ്മിനിസ്ട്രേഷൻ സ്പേസസ്, എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമിക് സെൻറ്റേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അക്കോമഡേഷൻ, ഗസ്റ്റ് ഹൗസ് ഉള്ളത്, റിക്രിയേഷൻ സ്പേസസിലേക്ക് പാർക്ക്, പിന്നെ 3 ഡയമെൻഷണൽ തിയേറ്റേഴ്സ്, ഓഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളത്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഫുഡ് കോർട്ട്സ്, ലൈബ്രറി. പിന്നെ വരുന്നത് ഈ ടാക്സിഡമി ചെയ്യാൻ വേണ്ടി ടാക്സിഡമി ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്, കേരളത്തിലെ എക്സിസ്റ്റിംഗ് തൃശ്ശൂർ സൂ ആണ്. 13.5 ഏക്കറുണ്ട്, ചെമ്പക്കാവിൽ സിറ്റി സെൻട്രലാണ്. സൈറ്റ് ഫീസിബിലിറ്റി പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ചെമ്പക്കാവിൽ നിന്ന് പുത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ എൻക്ലോഷേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്പേസൊക്കെ വേക്കൻ്റ് ആവും. അപ്പോൾ ഇവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞാൽ ഇത് പാർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ബാക്കി സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ന്യൂ പ്രൊപ്പോസൽ ആനിമൽ റിലേറ്റഡ് ആയി കൊണ്ടുവരണമുണ്ട്, അതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് റേഷനായിട്ട് തോന്നുകയും ചെയ്യും അവിടുത്തെ യൂസർ, ഈ ഗ്രൂപ്പിന് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും. അതുപോലെ ലാൻഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ടോപ്പോഗ്രഫി പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് സൈറ്റാണ്, ലെസ് കോണ്ടൂർസാണ് വരുന്നത്. എൻട്രൻസ് അതാണ് വരുന്നത്. പിന്നെ ടോട്ടലി സറൗണ്ടഡ് ബൈ ബിൽഡിങ്സ് ആണ്. പിന്നെ മെയിൻ NH റോഡ് വരുന്നുണ്ട്, കണക്റ്റഡ് ബൈ സർവീസ് റോഡ്. ദെൻ തിക്ലി പോപ്പുലേറ്റഡ് സൈറ്റാണ്. അപ്പം അത് പ്രോജക്റ്റിന് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സൈറ്റിൽ ഇതാണ് മെയിൻ എൻട്രൻസ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഈ സറൗണ്ട് ചെയ്ത് ഈ ഒരു പാത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അത് സെൻട്രലിൽ ഒരു പാർക്ക് പോലെ സ്പേസസ് വരുന്നുണ്ട്. പിന്നെ മ്യൂസിയം എന്ന് പറയുന്നത് ഡബിൾ സ്റ്റോറി ബിൽഡിങ്സ് ആണ്. ആർട്ട് ഗാലറി ഡബിൾ സ്റ്റോറിയാണ്, ട്രഡീഷണൽ ടൈപ്പാണ്. ഇതാണ് ആ ആർട്ട് ഗാലറി. പിന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജ് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, 5 മീറ്റർ ഹൈറ്റിൽ. പിന്നെ ട്രാഫിക് വരുമ്പോഴത്തേക്ക് ട്രാഫിക് എല്ലാം ഔട്ട്സൈഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സർവീസസ്. ഇതിന് സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് സർവീസ് ഉണ്ട്. പിന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് സർവീസ് റോഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഒരു പ്രൈവറ്റ് റോഡ്. ഇതാണ് ഓപ്പൺ സ്പേസ്. ഇതാണ് 2 ബിൽഡിങ്സ് വരുന്നത്. ബാക്കിയൊക്കെ ടെമ്പററി എൻക്ലോഷേഴ്സ് ആണ് വരുന്നത്. പിന്നെ പാർക്ക് സ്പേസസ് വരുന്നത്. സോണിങ് പറയുകയാണെങ്കിൽ ടാക്സിഡമി മ്യൂസിയം ഇതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ട് സർവീസ് ഹോസ്പിറ്റാലിറ്റിക്ക് അടുത്ത സൈറ്റിൽ കൊടുത്ത് ബഫർ ചെയ്യുകയാണ്. പിന്നെ അഡാപ്റ്റീവ് റിവ്യൂസ് വഴി ഈ ആർട്ട് ഗാലറിയും മ്യൂസിയം യൂസ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷനോ റെസ്റ്റോറൻറ്റുമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ബ്രിഡ്ജൊക്കെ ഇതിൽ പാർട്ടായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം.
പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോട്ടലി കവേർഡ് ബൈ റോഡ്സ് ആയതുകൊണ്ട് ഈസിലി ആക്സസ് ആണ്. അതുപോലെ സർവീസ് കൺട്രോൾ ചെയ്യാനും പറ്റും. ദെൻ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാതെ, റോഡ് ഇൻ്റർഫിയർ ചെയ്യാതെ അത് വർക്ക് ചെയ്യും. പിന്നെ വെജിറ്റേഷൻ ഡെൻസിറ്റി ആയതുകൊണ്ട് കൂടുതൽ കൺസർവേഷൻ പ്രോജക്റ്റ് ആപ്റ്റ് ആയിരിക്കും. പിന്നെ പാർക്കിംഗ് ഔട്ട് സൈഡിൽ കൺട്രോൾഡ് ആണ്. വീക്ക്നെസ് പറയുന്നത് ടോട്ടലി സറൗണ്ടഡ് ബൈ ബിൽഡിങ്സ് ആണ്. അപ്പോൾ വ്യൂസും വിസ്റ്റാസും പോസിബിൾ അല്ല. പിന്നെ ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ആനിമൽ റിലേറ്റഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഫീസിബിൾ ആണ്. പിന്നെ അഡാപ്റ്റീവ് റീയൂസ് ഓഫ് ബിൽഡിംഗ് നടക്കും. അതിനെ കൺസർവ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. പിന്നെ അവിടെ വെജിറ്റേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ത്രെട്ട് എന്ന് പറയുന്നത് അവിടെ ട്രാഫിക് വരുന്നുണ്ട്. കാരണം മെയിൻ എൻട്രൻസും സർവീസ് റോഡൊക്കെ കയറുന്ന ഒറ്റ പോയിൻ്റ് ആയതുകൊണ്ട് അവിടെ ട്രാഫിക് ഇഷ്യൂസ് വരുന്നുണ്ട്. ലൈവ് കേസ് സ്റ്റഡി എടുത്തിട്ടുള്ളത് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയമാണ്. അത് ഛത്രപതി ശിവാജി മ്യൂസിയം മുംബൈയിലുള്ള ആണ്. അത് ഇൻഡോ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ഒരു ടാക്സോണമി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആനിമൽസിനെ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ. പിന്നെയുള്ള ഭോപ്പാൽ ട്രൈബൽ മ്യൂസിയം മധ്യപ്രദേശിൽ കമൽ സ്റ്റുഡി ചെയ്തത്. അതായത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രൈബലിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരെ സെറ്റിൽമെൻറ്റ്സ് എല്ലാം ആർട്ടിഫിഷ്യലി റിക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എൻക്ലോഷറിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് നേച്ചർ ഇൻ്റർപ്രിറ്റേഷൻ സെൻ്ററാണ് ചണ്ഡീഗഡിലുള്ളത്. അത് സുക്കാന ലേക്കിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് അവിടുത്തെ എക്കോ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ലൈക്ക് പാർട്ട് ഓഫ് നേച്ചർ എന്നുള്ള രീതിയിലുള്ള സ്പേസാണ് സെൻ്ററാണ്. പിന്നെ ട്രിവാൻഡ്രം സൂ എന്ന് പറഞ്ഞാൽ അവിടെ ടാക്സോണമി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ സൂയിലെ ആനിമൽസിനൊക്കെ പ്രിസർവ് ചെയ്യുന്നത്, ഡെഡ് ആനിമൽസിനെ. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ അതിലെ ഏരിയാസ് മിനിമം ഏരിയാസ് എത്ര വേണം ഹാബിറ്റാറ്റ് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തതാണ്. ദെൻ മപ്പുങ്ക ബേ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ ലിറ്ററേച്ചർ കേസ് സ്റ്റഡി ആയിട്ട് എടുത്തതാണ്. അത് ബേസ്ഡ് ഓൺ ഒരു മൗണ്ടനെ റെസ്പെക്റ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്, പാർട്ട് ഓഫ് മൗണ്ടൻ എന്നുള്ള രീതിയിൽ. പിന്നെ ബ്ലവൻഡ് ബങ്കർ മ്യൂസിയം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബങ്കറുണ്ട്, അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മൗണ്ട് വെച്ചിട്ട് മ്യൂസിയം ഹൈഡ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്നത് ഡെൻമാർക്കിലുള്ള. സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് സ്പീഷീസ് എക്കോളജിയാണ്. അതിൽ പലതരം ഇന്ത്യൻ ലാൻഡ് ഫോംസ് വരുന്നുണ്ട്. അതിൽ തന്നെ സ്പീഷീസ് ടൈപ്സ് മാറുന്നുണ്ട്. റെഡ് ലിസ്റ്റ് 2019 പ്രകാരം 139 സ്പീഷീസ് ഓഫ് ആനിമൽസ് ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമൽസിനെ ഈ സ്പീഷീസിനെ എക്സ്റ്റിങ്ക്റ്റായും ത്രെഡായും ലിസ്റ്റ് കൺസേണായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ത്രെഡ് സ്പീഷീസിനെ ആണ് ഇവിടെ ഈ എക്സിബിഷനിൽ ഉൾപ്പെടുത്താൻ നിൽക്കുന്നത്. അതിൽ എൻഡേഞ്ചേർഡ് ഉണ്ട്, വൾണറബിൾ ഉണ്ട്, പിന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതുണ്ട്. ഇതിലിപ്പോൾ ഏരിയ സ്പേഷ്യസ് ഓരോ സ്പേഷ്യസ് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ലിസ്റ്റിലുള്ള ആനിമൽസിൻ്റെ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇതിൽ ലിസ്റ്റിലില്ലെങ്കിലും ഒരു ആനിമൽസ് ഏറ്റവും മാക്സിമം ഡയമെൻഷൻസ് ഉള്ളതുകൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പം മാമൽസ് ഗാലറി വരുമ്പോഴത്തേക്ക് ഹൈറ്റ് നോക്കി ജിറാഫിൻ്റെ ഡയമെൻഷൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ലാർജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എലിഫൻറ്റിൻ്റെ ഡയമെൻഷൻ കൺസിഡർ ചെയ്യുന്നത്. അതനുസരിച്ച് ആയിരിക്കും ബിൽഡിംഗ് പ്രൊപ്പോർഷൻസ് വരുന്നത്, അവരെ ഹാബിറ്റാറ്റ് കൊടുക്കേണ്ടത്. പിന്നെ അക്വാറ്റിക് ഗാലറി വരുമ്പോഴത്തേക്ക് വെയിൽസിനെ നോക്കണം. ദെൻ ബേഡ്സ് വരുമ്പോഴത്തേക്ക് ഓസ്ട്രിച്ചിനെ നോക്കണം. റെപ്റ്റൈൽ ഗാലറി വരുമ്പോഴത്തേക്ക് ക്രോക്കഡൈൽ അല്ലെങ്കിൽ ഗ്രീൻ ബോയുടെ ഡയമെൻഷൻസ് നോക്കുക, അതിനുള്ള ഹാബിറ്റാറ്റ് കൊടുക്കണം. ഇൻസെക്ട്സ് വരുമ്പോഴത്തേക്ക് സ്മാൾ ഡ്രാഗൺ ഫ്ലൈ വലുതാണെങ്കിൽ സ്മാൾ സ്പേസ് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കേസ് സ്റ്റഡീസ് വരുന്നത് തൃശ്ശൂർ സൂവും ട്രിവാൻഡ്രം സൂ ആണ്. കാരണം അതാകുമ്പോഴത്തേക്ക് അവർ മിനിമം ഹാബിറ്റാറ്റ് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് എന്ന് പറയുന്നത് എമർജിങ് ഫ്രം നേച്ചർ എന്നാണ്. അതായത് ബിൽഡിങ് നേച്ചറിൻ്റെ ഒരു പാർട്ടാണ്, അത് എർത്തിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഹാബിറ്റാറ്റ് ലെവൽ വെച്ചിട്ടാണ്. അതായത് 3 ലെവൽസ് ഓഫ് സിസ്റ്റമാണ് വരുന്നത്: എബോവ് ഗ്രൗണ്ട്, ഓൺ ഗ്രൗണ്ട്, അണ്ടർഗ്രൗണ്ട്. അതായത് എബോവ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ബേർഡ്സൊക്കെ റിസൈഡ് ചെയ്യുന്നത് ട്രീസ് അങ്ങനെയുള്ളത് ഹാബിറ്റാറ്റ്. പിന്നെ ഓൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ റിസൈഡ് ചെയ്യുന്ന ഈ മാമൽസ് പോലത്തത്. പിന്നെ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അക്വാറ്റിക് ആനിമൽസ്, അതുപോലെ തന്നെ റോഡൻസ്, അതിനുള്ള കാറ്റഗറി ആണ് അണ്ടർഗ്രൗണ്ടിൽ വരാം. അങ്ങനെ അത് ഈ മൂന്ന് ലെവൽസ് വെച്ചിട്ട് അത് ആർക്കിടെക്ചറിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അത് അതിൻ്റെ കൂടെ തന്നെ പലതരം ലാൻഡ് ഫോംസ് ഉണ്ട്. ലാൻഡ് ഫോംസ് എല്ലാവരും കമ്പൈൻ ചെയ്ത് ഒരു റൂഫ് സ്കേപ്പ് കൊണ്ടുവന്നിട്ട് ലൈക്ക് 2 ആക്ടിവിറ്റീസ് നടക്കും. ഇപ്പം റൂഫിൽ തന്നെ വേറെ ആക്ടിവിറ്റീസും കൊണ്ടുവരാമെന്നുള്ളത്, അങ്ങനെ ഒരു പാർട്ടായിട്ട് നേച്ചറിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് നോക്കുന്നുണ്ട്. അത് വെച്ച് ഹ്യൂമനും ഫോണയും ആർക്കിടെക്ചർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതേപോലെ അകത്ത് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സൂയിലാണെങ്കിൽ ഒരു ബാരിയർ കാണും. പിന്നെ
വൈൽഡ് ലൈഫ് നോക്കുമ്പോഴത്തേക്ക് ഒരു ബഫർ വാങ്ങുന്ന ഗ്യാപ്പ് നമുക്ക് കാണും. പക്ഷേ ഈ ടാക്സിഡെർമിയിലാണെങ്കിൽ നമുക്ക് ആ ബാരിയർ ഫ്രീ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ലാൻഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എക്സിസ്റ്റിംഗ് 2 ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് ട്രഡീഷണൽ ആണ്, ഇപ്പം ചെയ്യുന്നത് മോഡേൺ ബിൽഡിങ്ങാണ്. അപ്പോൾ രണ്ടും തികച്ചും 2 കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്സിനെ മൗണ്ട്സ് വെച്ച് കവർ ചെയ്യുക. അതായത് ഇപ്പോൾ പ്രൊപ്പോസ് ചെയ്യുന്ന ബിൽഡിങ് ട്രഡീഷണൽ ബിൽഡിങ്ങിൽ നിന്ന് കവർ ചെയ്യുക. അതായത് മൗണ്ട്സ് വെച്ചിട്ട് ലൈക്ക് ഇപ്പോൾ 2 ബിൽഡിങ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ പുതുതായിട്ട് വന്ന ബിൽഡിങ്സ് മൗണ്ട് വെച്ച് കവർ ചെയ്യുക. അപ്പം വ്യൂവറിന് കാണും 2 ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒന്ന് മേളിൽ നടക്കുന്നുണ്ട്, പുറത്ത് നടക്കുന്നുണ്ട്, പക്ഷേ അകത്ത് കൺസീൽഡ് ആയിട്ട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ട്രീസ് ലാർജ് ട്രീസാണ് അവിടെ ഉള്ളത്. അപ്പം എല്ലാ ബിൽഡിങ്ങും ഒരു സർപ്രൈസ് എലമെൻറ്റ്, ഈ ഫോറസ്റ്റിലൊക്കെ സർപ്രൈസ് എലമെൻറ്റ്സ് കൊടുക്കുന്ന പോലെ ബിൽഡിങ്സ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ ഡയറക്റ്റ് ഡെസ്റ്റിനി എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ നമുക്ക് ഏത് പോയിന്റിലാണ് എത്തുന്നതെന്ന് അറിയാം. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി ബിൽഡിങ്സ് കർവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുതിയതായിട്ടൊരു വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ വരും. അടുത്ത സോണിങ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെ ആയിട്ട് വരും. എന്നിട്ട് ഈ മ്യൂസിയം വർക്ക് ചെയ്യുന്ന ഒരു ലൂപ്പ് സിസ്റ്റത്തിലാണ്. ഫസ്റ്റ് എൻട്രി വന്നിട്ട് അവിടെ തന്നെ തിരിച്ച് എക്സിറ്റ് വരുന്നതാണ്. ഇപ്പോൾ 4 ഗാലറി വരും. സെൻറ്ററായിട്ട് ഒരു നേച്ചർ പാർക്ക് കൊടുത്ത്, നേച്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് അവിടെ കൺസർവ് ചെയ്യാനുള്ള മരങ്ങളുണ്ടായിരുന്നു, റെയർ ആയിട്ടുള്ള മരങ്ങൾ, അതിനെ കൺസർവ് ചെയ്തിട്ട് നേച്ചർ പാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് അവിടെ ഒബ്സർവേറ്ററി ടവർ പോലെ അങ്ങനെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഇപ്പോൾ എൻട്രൻസ് തന്നെ ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാർക്ക്, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്, കഫറ്റീരിയ സ്പേസസ് കൊടുത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാർക്കിംഗ്. ഇപ്പോൾ പാർക്കിംഗ് തന്നെ എൻട്രൻസിലങ്ങ് ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അക്കാഡമിക് ബ്ലോക്ക്സ് വരുന്നുണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും അക്കാഡമിക് ബ്ലോക്കും വരുന്നുണ്ട്. സെപ്പറേറ്റ് സ്റ്റാഫ് എൻട്രി കൊടുത്തിട്ട് അവിടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക്ഷോപ്സ് ഗാലറിയിൽ നിന്ന് മാറ്റിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം അഡാപ്റ്റീവ് റിവ്യൂസ് പ്രകാരം റെസ്റ്റോറൻറ്റ് ആയിട്ട് ഗാലറിയും പിന്നെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കായിട്ട് അവിടുത്തെ മ്യൂസിയം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വരുന്നതാണ് അടുത്ത സൈറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്, റോഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു എക്സിസ്റ്റിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അപ്പോൾ അത് റെനോവേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് തന്നെ ഇവിടുത്തെ പാർക്കിംഗ് യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഈ റോഡ് യൂസ് ചെയ്യാതെ. പിന്നെ ഇവിടെ ആയിട്ടായിരിക്കും ടാക്സിമി സെൻറ്റർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് പാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളവർക്ക് സെപ്പറേറ്റ് ഈ ടാക്സിമി സെൻറ്റർ വന്നാൽ മതി. പിന്നെ ഉള്ളത് അതേപോലെ തന്നെ സ്റ്റാഫ് അക്കോമഡേഷനും ഇപ്പോൾ ഗസ്റ്റ് ഹൗസ് റിസർച്ചേഴ്സിന് വരുന്നവർക്കുള്ള സെപ്പറേറ്റ് സൈറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ സെപ്പറേറ്റ് പ്രൈവറ്റ് എൻട്രി പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ എവല്യൂഷൻ പറയുന്നെങ്കിൽ സൈറ്റ് സെൻട്രലായിട്ട് 2 ബിൽഡിംഗ് ഒക്കുപ്പൈ ചെയ്യുന്നു. ഒരു ആർട്ട് ഗാലറിയും അതുപോലെ തന്നെ മ്യൂസിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ടൈപ്പോളജിയാണ് ആ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇപ്പം ഈ ബിൽഡിംഗ് ഇപ്പോൾ പ്രൊപ്പോസ് ചെയ്യുന്ന ബിൽഡിങ്സ് ഫുള്ളി കൺസീൽഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ബിൽഡിങ്സ് ആയിരിക്കും. കാരണം അതിലുള്ള സ്പെസിമെൻസ് ഫുള്ള് കൺസർവ് ചെയ്ത് പ്രിസർവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ടോട്ടലി 2 ടൈപ്പോളജി എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് മോഡേണും ഒന്ന് ട്രഡീഷണൽ ആയിരിക്കും. അപ്പോൾ മെയിൻലി ഇപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യുന്ന ബിൽഡിങ്സ് ഹൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ നമ്മുടെ ബിൽഡിങ്സ് ലാൻഡുമായിട്ട് മെർജ് ചെയ്ത് ഹൈഡ് ചെയ്യുക, ലൈക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് നേച്ചർ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ട്രീസൊക്കെ ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു എൻക്രോച്ച്മെൻറ്റ്, അതായത് ഗ്രീൻ എൻക്രോച്ച്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ബർമിംഗ് പ്രോസസ്സ്, അതായത് 2 ആക്ടിവിറ്റീസ് നടക്കുക. ഇപ്പം ഗാലറിയിലെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, പുറത്ത് അനദർ പാർക്ക്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കും. പക്ഷെ എന്താണ് അകത്ത് പുറത്ത് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കില്ല. അത് ബർമിംഗ് ചെയ്തിട്ട് ലൈക്ക് ലാൻഡ് ആർട്ട് പോലെ മൗണ്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ
ഇപ്പം അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം റൂട്ട്സ് നോക്കാം. കാരണം ട്രീസ് അത്യാവശ്യം കൺസർവ് ചെയ്തിട്ട് വേണം ചെയ്യാം. അപ്പം അതിന് മെജോറിറ്റി റൂട്ട്സ് പോകാതെ അണ്ടർഗ്രൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ട്രീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പെസിമെൻസ് ഡാമേജ് ആവരുത്. കാരണം ഈ ഓക്സിഡൈസേഷൻ ഒക്കെ വന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ ഈ സ്പെസിമെൻസ് പുറത്തായിട്ട് ഒരു എക്സ്പോഷറും കൊണ്ടുവരത്തില്ല. അങ്ങനെ ഫുള്ളി ഗ്ലാസ് കൊണ്ട് ഷീൽഡ് ആയിരിക്കും ഇപ്പൊ ട്രീസ് വരുന്നത്. പക്ഷെ അത് പാർട്ടായിട്ട് തോന്നും. പിന്നെ ഉള്ളത് ലൈവ് എക്സിബിഷൻ സ്പേസസ് വരുന്നുണ്ട്. അതൊരു ആനിമൽസിനെ ഒരു കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നത്. അത് ഫോറിൻ കൺസെപ്റ്റ് ആണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഗ്രീൻ മൗണ്ട്സ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ബ്ലെൻഡ് ചെയ്ത് പാർട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അടിയിൽ ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യും, അതുപോലെ മേലിലും പാർക്ക് അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ റൂഫ്സ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വാട്ടറൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വരുന്നു. അത് കളക്ട് ചെയ്ത് ഇപ്പോൾ അക്വാ ഗാലറി ഉണ്ടെങ്കിൽ ഗാലറിയിൽ ഈ വാട്ടർ കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നോക്കും. പിന്നെ സർവീസ് എൻട്രി ഉള്ളതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സർവീസ് എൻട്രി കൊടുക്കാൻ പറ്റും. കാരണം സറൗണ്ടഡ് 3 സൈഡും സറൗണ്ടഡ് ബൈ റോഡ്സ് ആണ്. അപ്പോൾ മെയിൻ എൻട്രിന്ന് ബഫർ ചെയ്ത് സർവീസസ് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജ് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്ത് അടുത്ത സൈറ്റിലൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻട്രലി ഒരു കോറായിട്ട് വരുന്നതാണ് ഒരു ഗ്രീൻ സ്പേസ്, നേച്ചർ പാർക്കായിട്ട് മാറുന്നത്. ആ നേച്ചർ പാർക്കിൽ തന്നെ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു ആക്റ്റീവ് സ്പേസ് ആക്കാൻ വേണ്ടി ആംഫി തിയേറ്റർ, പോണ്ട്, ആർട്ടിഫിഷ്യൽ പോണ്ട്സ് കൊടുത്തിട്ട് ട്രാക്സ് അങ്ങനെയുള്ള കൊടുത്തിട്ട് കൺസർവ് ചെയ്യും. ഇതാണ് മാസ്റ്റർ പ്ലാൻ. ഇത് ഗ്രൗണ്ട് ലെവൽ പ്ലാനാണ്. ഇതിൽ മെയിൻ എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്താണ്. മെയിൻ എൻട്രൻസ് വന്നിട്ട് ഇവിടെ ആയിട്ടാണ് പാർക്കിങ്സ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്. പിന്നെ മെയിൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലോക്സ് ഇതാണ്. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂസിയമാണ്. മ്യൂസിയം അഡാപ്റ്റീവ് റീയൂസ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ട് ഗാലറി ആയിരുന്നു, റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അഡാപ്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ എൻട്രൻസ് വന്നതിന് ശേഷം ഇതിൽ ഒരു കഫറ്റീരിയ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കഫറ്റീരിയ സ്പേസ് വരുന്നത്. ദെൻ ഇതാണ് മെയിനായിട്ട് മ്യൂസിയം എൻട്രിയിലോട്ട് വരുന്നത്. മ്യൂസിയം എൻട്രി എന്ന് പറഞ്ഞാൽ ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എൻട്രി തുടങ്ങി ഈ ഒരു ലൂപ്പിലായിരിക്കും ഈ ഒരു മാമൽസ് ഗാലറി വരുന്നുണ്ട് 360. ദെൻ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുക. അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഇതൊരു പാർക്കായിട്ട് അതിൻ്റെ മേളിൽ പാർക്ക് സ്പേസ് ആയിരിക്കും. ദെൻ ഈ ഒരു പാത്തിലായിരിക്കും ആ ലൂപ്പ് മ്യൂസിയം അണ്ടർഗ്രൗണ്ട് കൺസീൽഡ് ആയിരിക്കും ആ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ ഇതിൻ്റെ അടിയിൽ അക്വാറ്റിക് ഗാലറി ആകും. മേളിലൊക്കെ ഫുള്ള് പാർക്ക് സ്പേസ് ആയിരിക്കും. അതായത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ചുറ്റും പാർക്ക് സ്പേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിൽ സെൻട്രലായിട്ട് നാച്ചുറൽ പാർക്ക്, അവിടെ ആംഫി തിയേറ്റർ ഇത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ അക്വാറ്റിക് ഗാലറി അണ്ടർഗ്രൗണ്ട്. ദെൻ ഓപ്പൺ ആയി വരുന്നത് ഇൻസെക്ട്സ് ഗാലറിയാണ്. പിന്നെ ഇവിടെ എക്സിബിഷൻ ഗാലറീസ് വരുന്നത്. പിന്നെ ഒരു ഏവേ ഗാലറി വരുന്നത് അത് ഒരു റാമ്പ് പോലെ ട്രീസിന് ചുറ്റുമാണ് വരുന്നത്. ദെൻ ഇതാണ് എക്സിറ്റ് വരുന്നത്. എക്സിറ്റ് വന്നിട്ട് ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഇവിടെ ബാഗേജ് സ്ക്രീൻ കംപ്ലീറ്റ് ആയി. ദെൻ എക്സിറ്റ് ആവുന്നത്. ഇതിൽ പാർക്കിൻ്റെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ശേഷം ഈ ലൂപ്പായിട്ടായിരിക്കും ഈ ഒരു പാർക്ക് കണക്റ്റ് ആവുന്നത്. പിന്നെ ഉള്ളത് അവിടെ സ്റ്റാഫ് എൻട്രി ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അവിടെ ഈ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എൻട്രി വരുന്നുണ്ട്. പിന്നെ ഒരു ലൈബ്രറി ബ്ലോക്ക്, അക്കാഡമിക് ബ്ലോക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വർക്ക്ഷോപ്സ് ഈ ഗാലറി അടുത്തായിട്ടാണ്. പിന്നെ ഉള്ളത് അടുത്ത സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടാക്സിമി സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് കൊടുത്തു. അത് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൽ നിന്ന് വരാൻ വേണ്ടി. ദെൻ ഗസ്റ്റ് ഹൗസ് ആണ്, ഗസ്റ്റ് റിസർച്ച് ചെയ്യുന്നവർക്ക്. പിന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പ്രൈവറ്റ് എൻട്രിയാണ് കൊടുത്തത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഫുള്ളി മൗണ്ടഡ് വെച്ച് കവേർഡ് ആയിരിക്കും. ഇത് അതിൻ്റെ ട്രീസ് വരുന്നത് മൊത്തം
ഫുള്ളി ട്രീസിനെ കൺസേർവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആകെ വരുന്നത് ഏകദേശം 10 to 15 ട്രീസ് മാത്രം അണ്ടർഗ്രൗണ്ട് വരുന്നതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്പേസ് വരുന്നു പകരം അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് പിടിപ്പിക്കുകയും ചെയ്തത്. ഇതാണ് ആ ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് വരുന്നത്. ഗാലറി സ്പേസ് വരുന്നത്, അണ്ടർഗ്രൗണ്ട് ഗാലറിയും അക്വാറ്റിക് ഗാലറിയൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതാണ് മ്യൂസിയം എൻട്രൻസ് വരുന്നത്. ഇവിടെ എൻട്രൻസ് കഴിഞ്ഞ് എൻട്രൻസ് പ്ലാസ കഴിഞ്ഞിട്ട് ഇത് ഡ്രോപ്പ് ഓഫ് ഉണ്ട്. ഇവിടെ പെഡസ്ട്രിയൻ പാർക്കിംഗ് കഴിഞ്ഞിട്ട് പെഡസ്ട്രിയൻ ഇത് ആക്സസ് ചെയ്തതിനു ശേഷം ഇതാണ് ഇതിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രി വരുന്നത്. ഇവിടെ ഒരു കോർട്ടിയാർഡ് സ്പേസ്, ലോഞ്ച്, റിസപ്ഷൻ, ബാഗേജ് കിയോസ്ക്, ടിക്കറ്റ് കിയോസ്ക് വരും. ഇതിന് ഇവിടെ നിന്ന് നേരെ AC കൺസീൽഡ് ആയിരിക്കും. ടൂറിസം ഓഫീസ്, പിന്നെ എക്സിബിഷൻ സ്പേസസ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ആയിട്ട് ലോഡിംഗ് ബേ ആണ്. ഈ ലോഡ് എക്സിബിഷൻ സ്പേസസ് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ 360 തിയേറ്റർ വരുന്നുണ്ട്. ദെൻ ഒരു സ്റ്റെയർ കേസ് അപ്പറിലോട്ട് പോകുന്നത്, അത് പ്രൈമേറ്റ് ഗാലറിയിലോട്ടാണ് പോകുന്നത്. ദെൻ ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട്, ഈ എക്സിബിഷൻ അണ്ടർഗ്രൗണ്ടിലോട്ടാണ് 4 മീറ്റർ പോകുന്നത്. ഇതാണ് ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഫറ്റീരിയ സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാർക്കിലോട്ട് വരുന്നവർ ഈ എൻട്രി വഴി ഈ പാർക്ക് സ്പേസ്, നേച്ചർ പാർക്കിലോട്ട് പോവാം. അല്ലെങ്കിൽ ഈ ഒരു വാക്ക് വേ യൂസ് ചെയ്ത് പാർക്കിലോട്ട് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ എൻട്രൻസ് വന്നിട്ട് കഫറ്റീരിയ സ്പേസ്, മ്യൂസിയം എൻട്രിയിലോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് അടുത്ത അണ്ടർഗ്രൗണ്ട് ഗാലറിയിലോട്ട് പോകാം. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇത് പ്രൈമേറ്റ് ഗാലറി, സ്റ്റെയർ കയറി പ്രൈമേറ്റ് ഗാലറി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മ്യൂസിയം എൻട്രൻസിൻ്റെ സെക്ഷൻ. ഒരു കേവ് ലേക്ക് ഫോം വന്നിട്ട് ഈ ഭാഗത്തായിട്ട് കഫറ്റീരിയ വരും. ദെൻ ഡബിൾ ഹെഡ് ഗാലറി വരും. ഇതാണ് പ്രിമേറ്റ്സ് ഗാലറി വരുന്നത്. ഇതിന് ശേഷമാണ് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നത്. മാമൽസ് ഗാലറിന് ശേഷം പിന്നെ അണ്ടർഗ്രൗണ്ട് 4 മീറ്റർ പോകുന്നുണ്ട്. ഇത് റോഡൻസിനുള്ള ഗാലറി, അവരെ ഹാബിറ്ററ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് സെൻട്രൽ ഏട്രിയം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കോർട്ടിയാർഡ് സ്പേസ് വരുന്നുണ്ട്, അസംബ്ലി പോയിന്റ് വരെ ഡിസ്കഷൻ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഓപ്പൺ സ്പേസ് ലീഡ്സ് ടു റെപ്റ്റൈൽ ഗാലറിയിലോട്ട് പോകും. പിന്നെ ഇവിടെ ആയിട്ടാണ് വർക്ക്ഷോപ്സ്, ക്യൂറേറ്റർ റൂം വരുന്നത്. ഇവിടെ ലോഡിംഗ് ബേയും വരുന്നുണ്ട്. ഇത് റെപ്റ്റൈൽ ഗാലറി എത്തിയതിനു ശേഷം ഇതാണ് ഏട്രിയം സ്പേസ്, അകത്ത ഹാബിറ്ററ്റ് സ്പേസ് വരുന്നത്. പിന്നെ ഇത് ഏട്രിയം, ഈ സ്പേസ് ദെൻ ലീഡ്സ് ടു ഒരു ഓപ്പൺ വാട്ടർ ബോഡി വരുന്നുണ്ട്. ഇത് വാട്ടർ ഹാർവെസ്റ്റിന് ഉള്ളതാണ്. ഇതാണ് ആ സ്പേസ്. ക്രോക്കഡൈൽ അതിൻ്റെ ടാക്സിമി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ലീഡ് ചെയ്യുന്നത് ഒരു ഓപ്പൺ സാൻഡ് കോട്ടാണ്. സാൻഡ് കോട്ടിന് ശേഷം അത് പിന്നെ പോകുന്നത് അക്വാറ്റിക് ഗാലറിയിലോട്ടാണ്. ഇതാണ് ഒരു മിനി തിയേറ്റർ വരുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ, പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു വാട്ടർ ബോഡി വരുന്നുണ്ട്. ക്യൂറേറ്റർ റൂം, ഓഫീസ് സ്റ്റാഫ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വീഡിയോ റൂംസ്, ടോയ്ലറ്റ് സ്പേസ്. പിന്നെ അപ്സ്റ്റേഴ്സ് മേളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് 9 മീറ്റർ. ഇതാണ് ആ ഒരു റെപ്റ്റൈൽ ഗാലറി വരുന്നത്. പിന്നെ ഓപ്പൺ സാൻഡ് കോർട്ട്, ദെൻ മിനി തിയേറ്റർ, പിന്നെ അക്വാറ്റിക് ഗാലറി. പിന്നെ ഇത് ലാസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇൻസെക്ട് ഗാലറിയിലോട്ടാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതാണ് എക്സിബിഷൻ സ്പേസ് വരുന്നത്. ഇവിടെ ലൈവ് എക്സിബിഷൻ. പിന്നെ ഏലിയൻ ഗാലറി മരത്തിന് ചുറ്റുമാണ് പോകുന്നത്, ബേർഡ്സിന് വേണ്ടി. ഇതാണ് ഇതിൻ്റെ ഒരു ലോഡിംഗ് ബേ വരുന്നത് സർവീസിനുള്ള. ദെൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വന്നത്. ലാസ്റ്റ് എക്സിറ്റ് വന്നിട്ട് പുറത്തോട്ട് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോം വരുന്നത്. ചുറ്റും ട്രീസിനെ ചുറ്റും വരുന്ന രീതിയിൽ. മാമൽസ് ഗാലറിയിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് സെക്ഷൻ ഇതാണ് ഏറ്റവും സ്പേസ്. മേളിൽ പാർക്ക് സ്പേസ് ആയിരിക്കും. ഇതാണ് ആ ആർട്ട് ഗാലറി വരുന്നത്.
അതായത് വർക്ക്ഷോപ്പ് അതിൻ്റെ സർവീസസ്. പിന്നെ ലെഫ്റ്റ് ഗാലറിയുടെ സെക്ഷൻ വന്നു. പിന്നെ മേളിലായിട്ടൊരു മൗണ്ട് വരും. മൗണ്ടിലാണ് റെസ്റ്റോറൻറ്റ് കിച്ചൺ ഏരിയ. ലെഫ്റ്റ് ഗാലറി ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ആ സാൻഡ് കോർട്ട്യാർഡാണ് വരുന്നത്. അത് പിന്നെ 3D മിനി തിയേറ്ററിലോട്ട് ഓപ്പൺ ചെയ്യും. പിന്നെ വരുന്നതാണ് അക്വാറ്റിക് ഗാലറി വരുന്നത്. അക്വാറ്റിക് ഗാലറി ഇതാണ് ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ വരുന്നത്. മേളിൽ മൗണ്ടഡ് ആയിട്ട് അത് പാർക്ക് സ്പേസ് ആയിരിക്കും. then 9 മീറ്റർ സ്റ്റെയർ ആണ് വരുന്നത്. 9 മീറ്റർ ഹൈറ്റ് സ്റ്റെയർ വന്നതിന് ശേഷം അത് ഇൻസൈഡ് ഗാലറിയിലോട്ട് ഓപ്പൺ അപ്പ് ചെയ്യും. ഇത് എക്സിബിഷൻ സ്പേസ് വരുന്നത് ഓപ്പൺ എക്സിബിഷൻ. ഇതാണ് ഏവിയൻ ഗാലറി വരുന്നത്. ഇത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ്. ഇതാണ് അവിടുത്തെ ആർട്ട് ഗാലറി ആയിരുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്തത്. എൻട്രൻസ് വന്നിട്ട് റിസപ്ഷൻ സ്പേസ്, ഡൈനിങ്, ദെൻ ഇവിടെ ആയിട്ട് കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ആയിട്ട്. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഡൈനിങ് സ്പേസ് വരും. ഇതാണ് അതിൻ്റെ വ്യൂ. പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇത് അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്തതാണ്. ഇത് അവിടുത്തെ മ്യൂസിയം ആയിരുന്നു. മ്യൂസിയമിൽ ഓരോ സോണിലായിട്ട് 5 ഗാലറിക്ക് 5 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്പേസ് ചെയ്ത് സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5 അവർക്ക് അഡ്മിനിസ്ട്രേഷൻ സ്പേസാണ്. ടോയ്ലറ്റ് സ്പേസ്. മേളിലാണ് ഇവർക്കൊരു കോൺഫറൻസ് ഹാള് വരുന്നത്. ഇതാണ് ആ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ സെക്ഷൻ എലിവേഷൻ. ഇതാണ് ലൈബ്രറി ബ്ലോക്ക് വരുന്നത്. ലൈബ്രറി സ്പേസ് വരുന്നത്. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ ലാബ്, പിന്നെ റിസർച്ച് റൂം, മീറ്റിംഗ് റൂം, ടെക്നിക്കൽ റൂം, വീഡിയോ റൂം സ്പേസിലാണ് വരുന്നത്. പിന്നെ ഇതാണ് ലൈബ്രറി സ്പേസ്. പിന്നെ വരുന്നത് ഷെൽട്ടറും വർക്ക്ഷോപ്പാണ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ ഇപ്പോൾ ലൈവ് എക്സിബിഷൻ വന്നാൽ ജസ്റ്റ് അതിനെ താമസിപ്പിക്കാനുള്ള സ്പേസ്. പിന്നെ വർക്ക്ഷോപ്പ് ആ ഗാലറിക്ക് അവിടുത്തെ എക്സിബിഷനുകളിൽ വർക്ക് നടത്തുന്ന സ്ഥലം. ഇതാണ് ആ ഷെൽട്ടറും വർക്ക്ഷോപ്പിൽ ചേർന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇതാണ് അവിടെ അടുത്ത സൈഡിൽ വരുന്നത് ടാക്സിഡെമി സെൻറ്റർ വരുന്നത്. ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞ് ഇവിടെ ഒരു എക്സിബിഷൻ സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് ടാക്സിഡെമിസ്റ്റ് ഓഫീസ് വരുന്നത്, സ്റ്റാഫ് റൂം, പിന്നെ കോൺഫറൻസ് റൂം. പിന്നെ അതിന് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് തൊട്ട് മെക്കാനിക്കൽ റൂംസ്. പിന്നെ ഇതാണ് ഫ്രീസിങ് സോണ്. പിന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന റൂംസ്. അത് പ്രോസസ്സ് ക്ലീനിങ് റൂം. ഇവിടെ ഫസ്റ്റ് വന്ന് ലോഡിങ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലീനിങ് സോണിലോട്ട് പ്രോസസ്സ് നടക്കുന്നത്. ടെക്നിക്കൽ റൂംസ്. പിന്നെ വരുന്നത് അവിടുത്തെ ഗസ്റ്റ് ഹൗസ് സ്പേസ് വരുന്നത്. 2 ഗസ്റ്റ് ഹൗസ് വരുന്നുണ്ട്. പിന്നെയുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. ഇതാണ് ലൈബ്രറി ബ്ലോക്കിൻ്റെ സെക്ഷൻ വരുന്നത്. ഇതാണ് ഷെൽട്ടറിൻ്റെ സെക്ഷൻ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതാണ് ആ ആനിമൽസ് ഗാലറി എൻട്രി വരുന്നത്. പിന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആ ലാസ്റ്റ് ഏവിയൻ ഗാലറിയിലോട്ട് വരുന്നത്. ഇതാണ് ഏവിയൻ ഗാലറി റാമ്പ് വഴി. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് എക്സിറ്റ് വരുന്നത്. ഇതാണ് ആ വർക്ക് ലൂപ്പിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അത് ആക്ടിവിറ്റി മാപ്പിംഗ് ആണ്. ആക്ടിവിറ്റി മാപ്പിംഗ് മെയിനായിട്ട് വിസിറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്ന വരുന്നത്. പിന്നെ വരുന്നത് ഈ ഡെയിലി യൂസേഴ്സ്. ഈ പാർക്ക് അവർക്ക് എക്സസൈസ് അങ്ങനെയുള്ള സൈക്കിൾ ട്രാക്കിങ് അങ്ങനെയുള്ള ചിൽഡ്രൻസ് പാർക്കിലൊക്കെ വരുന്നവർ. പിന്നെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്നവരും അതുപോലെ തന്നെ ടാക്സിഡെമിസ്റ്റ്, പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി അക്കാഡമിക്സ് ചെയ്യുന്നവർ ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് സ്റ്റാഫ്സ് അക്കാഡമിക് ബ്ലോക്സ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ പലതരം ആക്ടിവിറ്റീസ് അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോൾ മ്യൂസിയം നടക്കുമ്പോഴത്തേക്കിന് മേളിൽ ആർട്ടിഫിഷ്യൽ മൗണ്ട് കൊടുക്കുന്നത് അവിടെ വേറെ ആക്ടിവിറ്റീസ്, പാർക്ക് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള നടക്കുന്നുണ്ട്. ലൈക്ക് വേറെ ആക്ടിവിറ്റീസ് അവർ തമ്മിൽ ബോദർ ചെയ്യത്തില്ല. ഒരേ സമയം
പല ടൈപ്പ് ആക്ടിവിറ്റീസ് നടക്കും